ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ കഴിവുകൾ എന്തെല്ലാം, സ്പിരിച്വലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ജനറൽ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നിങ്ങളോട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു 3 തവണ ശ്വാസം വലിച്ച് വിട്ടതിന് ശേഷം പീസായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുറച്ച് നാൾ ഡിലേ വന്നായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, കുറച്ച് പർപ്പസ് ഉണ്ടായിരുന്നു. എൻ്റേതായിട്ടുള്ള കുറച്ച് യാത്രകളുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആണ് റീഡിങ് അങ്ങനെ വരാണ്ടിരുന്നത്. സോ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ, കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളൊരു ഡീറ്റെയിൽ റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്കിവിടെ നോക്കാം. ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ഹൈ പ്രീസ്റ്റ് എനർജി ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇൻറ്റ്യൂഷൻ വ്യക്തമായിട്ട് ഉള്ള വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇൻറ്റ്യൂഷൻ വ്യക്തമായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചിന്തിച്ച് തീരുമാനം എടുക്കാൻ പറ്റുന്ന വ്യക്തികളായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് എനർജി ഈ സമയത്ത് വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വിധിക്കപ്പെട്ട സിറ്റുവേഷൻസിൽ മാത്രം പോകുന്ന വ്യക്തികളാണ്. നിങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അതൊന്നും നിങ്ങളുടെ ലൈഫിലോട്ട് വലിയ രീതിക്ക് വരാനുള്ള ചാൻസസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ല. വിധി എന്താണോ തീരുമാനിക്കുന്നത് അതുവഴി മാത്രം പോകുന്ന വ്യക്തികളാണ്. ഒരുപാട് ദൈവവിശ്വാസം ഉള്ള വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള പർപ്പസോട് കൂടി ഭൂമിയിൽ വന്ന വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ശക്തികൾക്കും നിങ്ങളെ വന്ന് തൊടാൻ വേണ്ടി പറ്റത്തില്ല. ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസിലൂടെയും ഒരുപാട് ഹെൽത്ത് പരമായിട്ടുള്ള ഇഷ്യൂസിലൂടെയും എല്ലാത്തിലൂടെയും കടന്നു പോകും എന്നുണ്ടെങ്കിൽ പോലും ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു എനർജി, അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്കൊരു പ്രോബ്ലം വന്നു എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളൊരു പക്ക പ്രോബ്ലത്തിൽ നിൽക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലൈഫ് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത പീരീഡ് എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ള സക്സസ്, വ്യക്തമായിട്ടുള്ള ഊർജ്ജത്തോടെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള എനർജിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പൊന്തി വരാൻ പറ്റുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഹൈ പ്രീസ്റ്റ് എനർജിയാണ്. ഹൈ പ്രീസ്റ്റ് എനർജി എന്ന് പറയുന്നത് ഭയങ്കര വലിയ എനർജി താങ്ങാൻ പറ്റുന്ന ഭയങ്കര വലിയ ഫെമിനൈൻ എനർജികളാണ്. അതായത് എത്ര വലിയ പ്രോബ്ലംസും എത്ര വലിയ ട്രാൻസ്ഫർമേഷൻസും എത്ര വലിയ സിറ്റുവേഷൻസും താങ്ങാൻ പറ്റും. നിങ്ങൾ ഭയങ്കരമായിട്ടൊരു ഡൗൺ സിറ്റുവേഷൻസ് പോകുന്നു, ഭയങ്കരമായിട്ട് നിങ്ങൾ ആൾക്കാർ വേദനപ്പെടുത്തുന്നു, ഭയങ്കരമായിട്ടുള്ളൊരു ഫെയിലിയർ സിറ്റുവേഷൻ കടന്ന് വന്ന ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ലൈഫിൻ്റെ ഒരുപാട് പീരീഡും ലൈഫിൻ്റെ ഒരുപാട് അനുഭവങ്ങളും അറിയാമെന്നുള്ള വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് നിങ്ങൾ മറ്റൊന്നിലോട്ട് കോൺസെൻട്രേഷൻ ചെയ്യാണ്ട് നിങ്ങളെ തന്നെ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഇൻഡ്യൂഷൻസ്, വ്യക്തമായിട്ടുള്ള ബ്ലെസ്സിങ്സ്, വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തമായിട്ടുള്ള പർപ്പസ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് ഇനി എന്താണ് വരേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് എങ്ങനെയാണ് പോകുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലാനും നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ കോൺസെൻട്രേഷൻ ഓൺ യുവർ മൈൻഡ്, അതായത് നിങ്ങളുടെ മൈൻഡിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് മനസ്സിലാകും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഏതോ ഒരു ദൈവത്തിൻ്റെ ഭയങ്കര അനുഗ്രഹം ഉള്ള വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നത്. അത് ഏത് ദൈവമാണെന്ന് എനിക്കറിയണം, പക്ഷേ ഏതൊരു ദൈവം നിങ്ങളെ ഭയങ്കരമായിട്ടും ഒരു ഫെമിനൈൻ എനർജി ഉള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അമ്മയുടെ അനുഗ്രഹം ഭയങ്കരമായിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മസ്കുലാർ എനർജി ആണെങ്കിലും ഫെമിനൈൻ എനർജി ആണെങ്കിലും ഉള്ളിൽ ഫെമിനൈൻ എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് ആണാണെങ്കിലോ പെണ്ണാണെങ്കിലോ ഉള്ളിൽ ഫെമിനൈൻ എനർജി ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് മാതൃത്വം തുളുമ്പുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു വിഷമവും ഇല്ലാതെ ചെയ്യുന്ന വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് ചെയ്ത് കൊടുത്താൽ തന്നെ ഭയങ്കരമായിട്ടുള്ള യൂസ്ഫുള്ളും ഭയങ്കരമായിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ ഉപകാരം ഉണ്ടാവുന്ന വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വിധിപ്രകാരമാവുന്ന സമയത്ത് വരേണ്ട എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരും, വരേണ്ട ട്രോമാസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരും, വരേണ്ട സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരും. തരണം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഒളിച്ചോടാൻ പറ്റത്തില്ല എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയുന്നു. വരേണ്ട സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളായിട്ടൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ വിധി മറിയുന്നത് എന്നുള്ളതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾക്കായിട്ടുള്ള വിധിയോ നിങ്ങൾക്കായിട്ടൊരു തീരുമാനമോ എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എത്രത്തോളം ഹാപ്പിനെസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു, നിങ്ങൾ എത്രത്തോളം നെഗറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു, ഇതൊന്നും നിങ്ങളുടെ കൺട്രോളിൽ ഇരിക്കുന്ന സാധനങ്ങളല്ല. നിങ്ങളുടെ വിധിപ്രകാരം നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് കണക്ഷൻസ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നു പോകണം. നിങ്ങളുടെ ലൈഫിൽ വന്ന് പാഠം പഠിപ്പിച്ച് പോകേണ്ട ആൾക്കാരുടെ എണ്ണം ഭയങ്കര കൂടുതലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈവൻ ടാരോ കാർഡ് റീഡേഴ്സ്, അതുപോലെ തന്നെ ഹീലേഴ്സ്, അതുപോലെ തന്നെ സ്പിരിച്വൽ പരമായിട്ട് നിൽക്കുന്ന വ്യക്തികൾ, നിങ്ങളുടെ കൊളീഗ്സ്, ഇവരുമായിട്ടൊക്കെ ഒരുപാട് സ്പിരിച്വൽ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്.
ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്താണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നത്. ആ ട്രാൻസ്ഫർമേഷനിലൂടെ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലോട്ട് കയറുകയും സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസിലോട്ട് നിങ്ങൾ കടന്നു കയറുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കൂടുതലും ഡിവൈനായിട്ട് ഇവിടെ മെയിൻലി വരുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ മാറിയതിന് ശേഷം പുതിയൊരു എനർജി അപ്ഗ്രേഡ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നു. അതായത് ഈ ഫോണിലൊക്കെ അപ്ഗ്രേഡ് വരില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ഫർമേഷൻ, ഭയങ്കര ട്രാൻസ്ഫർമേഷൻ വരുന്നുണ്ട്. നിങ്ങൾ പണ്ട് ഒട്ടും ദൈവവിശ്വാസികളല്ല ഇല്ലാത്തൊരു വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ്, നിങ്ങളുടെ മാതാക്കൾ പറയുന്ന, അമ്മമാർ പറയുന്നത്, ആൾക്കാർ പറയുന്ന അതിലൊക്കെ മാറിയിട്ട് നിങ്ങളിലോട്ട് മാത്രം കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങളുടെ പാത വെട്ടി മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് കാണപ്പെടുന്നത്. സോ അതൊരു സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് കഴിവുകളും കാര്യങ്ങളും അനുഗ്രഹമുള്ള വ്യക്തികളാണെങ്കിൽ പോലും ദൈവാധീനം ഭയങ്കരമായിട്ടും കൂടുതലുണ്ടാകുന്ന വ്യക്തിയാണ്. സ്വയമേ വിശ്വസിക്കുന്ന വ്യക്തികളാണ്. മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സ് പരമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്ന വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്താ മാനിഫെസ്റ്റൻ ചെയ്യുന്നു അത് നിങ്ങളുടെ ലൈഫിലോട്ട് കിട്ടുന്ന വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓർണമെൻറ്റ്സിലൂടെ ഭയങ്കരമായിട്ട് താല്പര്യമുള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ജെം സ്റ്റോൺസിനോട് ഭയങ്കരമായിട്ടും ആഗ്രഹമുള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ബ്യൂട്ടി ആയിട്ടുള്ള ജീവിക്കണം എന്ന ആഗ്രഹമായിട്ട് ഉള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേക രീതിക്കുള്ള ശരീരഘടന, പ്രത്യേക രീതിക്കുള്ള ഫേസ് കട്ട്, പ്രത്യേക രീതിക്കുള്ള ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ മറ്റ് വ്യക്തികളെയൊക്കെ വല്ലാണ്ട് ലൈഫിലോട്ട് അടുപ്പിക്കുന്ന ഒരു വ്യക്തികളായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ലൈഫിൽ വരേണ്ട ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇൻറ്റ്യൂഷൻസ് കിട്ടുന്ന വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ലൈഫിൽ ഒരുപാട് സക്സസ്സും അനുഗ്രഹവും വരേണ്ട വ്യക്തികളായതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഒരു ടൈം പീരീഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ റെക്കഗ്നൈസേഷൻ, റിവാർഡ്, ആൾക്കാർ അനുകൂലിക്കുന്ന, ആൾക്കാരെ അനുഗ്രഹിക്കുന്ന, ആൾക്കാർ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഫ്യൂച്ചറിൽ മാറാൻ കഴിയും എന്നുള്ളവരാണ് കാണാൻ പറ്റുന്നത്. ദൈവാധീനമുള്ള വ്യക്തികളായിട്ട് ഉണ്ടത് തന്നെ ഹീലിംഗ് പവറുണ്ട്. മറ്റുള്ളവരുടെ വിഷമം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഹീൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. വ്യക്തമായിട്ടൊരു ഹീലർ ഉള്ളിൽ കിടപ്പുണ്ട്. വ്യക്തമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നു. മറ്റുള്ളവർ ലൈഫിൽ വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു ഡിസിഷൻ മേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിലും മറ്റുള്ള ആൾക്കാരുടെ ലൈഫിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. കാമായിട്ടുള്ള വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒന്ന് കണ്ണടച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അതിൻ്റെതായിട്ടുള്ള ഇൻറ്റ്യൂഷൻസും അതിൻ്റെതായിട്ടുള്ള ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് ഡിവൈനായിട്ട് കിട്ടും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. എത്തിപ്പെടേണ്ട സ്ഥലത്ത് എത്തിപ്പെട്ടിട്ട് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ ട്രാൻസ്ഫർമേഷൻ ആക്കാനും ബാധ്യതയുള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ മേജറിൽ വരുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കാം. മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബലം ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. കൂടുതലും ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതലും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. മറ്റുള്ള എനർജിയിൽ നിന്നും, മറ്റുള്ള ആൾക്കാരുടെ എനർജിയിൽ നിന്നും ടോട്ടലി എനർജി മാറി നിൽക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ എനർജി വാമ്പേഴ്സ് നിങ്ങളുടെ ലൈഫിൽ വന്ന് എനർജി ഊറ്റിയെടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് റിലേഷൻഷിപ്പ് ആവാം, കരിയർ ഗ്രോത്ത് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആവാം, കൊളീഗ്സ് ആയിരിക്കാം, ലൈഫിൽ വരുന്ന വ്യക്തികളായിരിക്കാം എനർജി വാമ്പേഴ്സ് ആയിട്ട് കാണാൻ പറ്റുന്നത്. സോ നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സൈക്കിക് പവർ, അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന വ്യക്തികളെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ നിന്നുമൊക്കെ മാറ്റി നിർത്താൻ വേണ്ടി, മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെഷ്യലി നിങ്ങൾക്ക് ഓരോ പവർ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ പോലെ വേറൊരു വ്യക്തി ഭൂമിയിലുള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് പകരം വയ്ക്കാൻ വേറൊരു വ്യക്തി ഭൂമിയിലുള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ല. ഏഞ്ചലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കൊണ്ട് ഒരുപാട് പേർക്ക് യൂസ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് ഒരുപാട് പേർക്ക് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഓറ, നിങ്ങളുടെ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന സോൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു പവർഫുൾ ആയിട്ടുള്ള സോളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആർക്കും ഇഷ്ടപ്പെടുന്ന, ആർക്കും ഒരുപാട് താല്പര്യം വരുന്ന, ആർക്കും ഫീൽ ചെയ്യാൻ പറ്റുന്ന, ഈവൻ സെക്ഷലിലേക്ക് നിങ്ങളെ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുള്ളതായിട്ട് കാണാൻ പറ്റുന്നു. നിങ്ങളുടെ ഫിസിക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ സ്മെല്ല് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുള്ളതായിട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ ഓറ, നിങ്ങൾ അടുത്ത് നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഫീലിങ്സ് ഭയങ്കരമായിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഫീലിങ്സ് പെട്ടെന്ന് മനസ്സിലാവും. എന്താണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിന്തിക്കുന്നത്, എന്താണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഹൈപ്രിസ്റ്റ് എനർജി ഉള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ട്രാൻസ്ഫർമേഷൻ ബേസ് വെച്ച് വരുമ്പോഴത്തേക്കും നിങ്ങൾ ലോ ലെവലിലല്ല പോകുന്നത്, ഹൈ ലെവലിലോട്ടാണ് പോകുന്നത്. അതായത് പണ്ട് നിങ്ങൾ കാണാൻ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ കൊച്ചുകുട്ടിയായിട്ടാണ് മാറുന്നത്. അതായത് പ്രായത്തിൽ കവിഞ്ഞുള്ള എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ വേണ്ടി തുടങ്ങും. അതായത് മുന്നോട്ട് പോകുന്ന സമയത്ത് കൊച്ചുങ്ങളായിട്ട് മാറും, ഒരു കൊച്ചിൻ്റെ മനസ്സായിട്ട് മാറും.
അതുമാത്രമല്ല ആരടുത്തും എന്ത് ക്ഷമിക്കാനുള്ള ശേഷി നിങ്ങളുടെ മെൻറ്റാലിറ്റി മാറും. പണ്ടുണ്ടായിരുന്ന ആക്രാന്തോ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ടെംപ്റ്റേഷൻസോ കാര്യങ്ങളോ ഒന്നുമല്ല. മുന്നോട്ട് പോകുന്നതോറും നിങ്ങളൊരു കൊച്ചുകുട്ടിയായിട്ട് മാറുന്നു, ആൾക്കാരടുത്ത് ക്ഷമിക്കാൻ പഠിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് റിയലൈസേഷൻ ആകുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ചെറുപ്പമാകുന്നു, കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ചെറുപ്പമാകുന്നു. നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി പെരുമാറുന്ന വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നു. എന്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും ആരെന്ത് പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവാക്കി എടുത്ത് മനസ്സിലാക്കുന്ന വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പോസിറ്റീവ് നെഗറ്റീവാക്കി എടുക്കാനുള്ള ചിന്താശേഷി ദൈവം ആദ്യമേ തന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ഏതാണെന്ന് വ്യക്തമായിട്ട് ഇൻറ്റ്യൂട്ടീവ്ലി മനസ്സിലാകുന്ന ഒരു വ്യക്തികളായിട്ട് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ മേജറിൽ വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയും കൂടെ നിങ്ങളുടെ ലൈഫിൽ ഉള്ളതായിട്ട് കാണാൻ പറ്റും. അത് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമല്ല, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഡിവൈൻസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് ഹ്യൂമൻ ബീയിങ് ആണ് എന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ വേറൊരു എനർജി കയറിയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. സോ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളെ നന്നാവാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ട് നിങ്ങളുടെ ഡിവൈൻ മറ്റുള്ള ആൾക്കാരെ വെച്ച് നിങ്ങളുടെ ഉള്ളിൽ, മറ്റുള്ള ആൾക്കാരുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ കയറുന്നു പറയുന്നതായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അങ്ങനത്തെ ഉള്ള എനർജി നിങ്ങളുടെ ലൈഫിൽ ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് പവർഫുൾ ആയിട്ടുള്ള എനർജി ആയതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള പർപ്പസ് ഉള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള എനർജി ഉള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഉള്ളിൽ ഭയങ്കരമായിട്ടും ചിരിക്കുന്ന ആൾക്കാരായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്ത് പുറമെ ആക്ഷൻസോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല, എന്നാലും ഉള്ളിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. പുറമേ ഉള്ള ആൾക്കാരൊന്നും കാണരുത്. എൻ്റെ ഉള്ളിൽ എൻ്റെ സന്തോഷം എൻ്റെ അടുത്ത് മാത്രം നിൽക്കണം, എൻ്റെ ഹാപ്പിനെസ് എൻ്റെ അടുത്ത് മാത്രം നിൽക്കണം, എൻ്റെ എനർജി എൻ്റെ അടുത്ത് മാത്രം നിൽക്കണം, അല്ലെങ്കിൽ എൻ്റെ സന്തോഷം എൻ്റെ ഹാപ്പിനെസ് അത് എൻ്റെ അടുത്ത് മാത്രം നിൽക്കണം. മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ ഒന്നും എക്സ്പ്രസ് ചെയ്യാത്ത ചില വ്യക്തികളായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാർ കാണുന്ന സമയത്ത് നിങ്ങൾ ദേഷ്യമായിട്ട് തോന്നാം, വിഷമം ചെയ്യുന്ന ആൾക്കാരായിട്ട് തോന്നാം, നിങ്ങളുടെ മോഹം പിടിച്ചിട്ട് രണ്ടാം പൊട്ടിക്കാൻ തോന്നാം. ബട്ട് അങ്ങനെ ഒന്നും നിങ്ങളെ സംബന്ധിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ തോന്നുന്നില്ല. നിങ്ങളെ ഭയങ്കരമായിട്ടും ആദ്യം നെഗറ്റീവായിട്ട് കാണുന്ന വ്യക്തികളായിരിക്കും നിങ്ങളെ മുന്നോട്ട് പോകുന്ന സമയത്ത്. നിങ്ങളെ കൊണ്ട് തന്നെ ഒരുപാട് യൂസേജ് ഉണ്ടാവും. നിങ്ങളെ ഭയങ്കരമായിട്ടും എനർജി ആയിട്ട് കാണാം, നിങ്ങളെ ഭയങ്കരമായിട്ടും സക്സസ്ഫുള്ളായിട്ട് കാണും. നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ ആരിൽ നിന്നാണോ അകന്ന് നിൽക്കുന്നത് ആദ്യം, പിന്നീട് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് അടുത്ത് നിൽക്കാൻ തോന്നുന്ന ഒരു തരം വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നു. പക്ഷേ ചില വ്യക്തികളെ സംബന്ധിച്ച് ചേഞ്ച് ആവുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അടുപ്പിക്കാത്തൊരു തരം ക്യാരക്ടർ, അത് വേറെ ക്യാരക്ടറാണ്. ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട വിധിപ്രകാരം നിങ്ങളുടെ ഏജിൽ വരേണ്ട സിറ്റുവേഷൻസ്, നിങ്ങളുടെ ലൈഫിൽ എത്തിപ്പെടേണ്ട സിറ്റുവേഷൻസ്, നിങ്ങളുടെ കർമ്മ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ അനുഭവിക്കേണ്ട സിറ്റുവേഷൻസ്, വരേണ്ട ഇമോഷൻസ് എല്ലാം ഓൾമോസ്റ്റ് ഡിവൈനായിട്ട് തന്നുകൊണ്ടിരിക്കും. ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു എനർജി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇൻറ്റ്യൂട്ടീവിലേക്ക് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇൻറ്റ്യൂഷൻ കിട്ടും. നിങ്ങൾക്ക് ലൈഫിൽ നന്നായിട്ട് ഹെൽത്ത് കെയർ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ശരീരമൊക്കെ ഭയങ്കര സെക്സി ബോഡി ആയിട്ടൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടുള്ള സെക്സി ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ബോഡി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വലിയ അഹങ്കാരമോ കാര്യങ്ങളോ ഒന്നിൻ്റെ പേരിലും കാണിക്കാത്ത വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നത്. കാരണം ജീവിതം മനസ്സിലാക്കിയ വ്യക്തികളാണ്, ജീവിതത്തിൻ്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കി ജീവിതം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞ വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ നിങ്ങളെ സംബന്ധിച്ചൊന്നും ഇല്ല എന്നുള്ളതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ഹൈപ്രീസ്റ്റ് എനർജിനെ കുറിച്ച് ഈ ഒരു കാര്യങ്ങളാണ് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് പറയാൻ പറ്റുന്നത്. അപ്പം നമുക്ക് അടുത്തായിട്ട് നോക്കാം. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ഡിവൈൻ നിങ്ങൾക്ക് എന്തോ ഒരു ബ്ലെസ്സിങ്സ്, നിങ്ങൾക്കൊരു അനുഗ്രഹം തരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഹീലിംഗ് പവർ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവായിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് ഫെയിം വരുന്ന ആൾക്കാരുടെ എനർജി നിങ്ങളിലോട്ട് വരുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന എന്തൊരു കാര്യം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. അതിവൻ നിങ്ങളുടെ കഴിവ് കൊണ്ടായിരിക്കാം പറയുന്നത്. മേ ബി നിങ്ങളൊരു ഫിലിം സ്റ്റാർ ആയേക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സോഷ്യൽ മീഡിയ സ്റ്റാർ ആയേക്കാം. നിങ്ങളൊരു ടൈം പീരീഡ് കഴിയുമ്പോഴാണ് ഇത് വരുന്നത്. അത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല, അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ടൈം പീരീഡ് നിങ്ങൾ ആഗ്രഹിച്ചൊരു പവർ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടെ തൊട്ട് നിങ്ങളുടെ ജീവിതം ഭയങ്കരമായിട്ട് മാറുന്ന ഒരു തരം വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്സും അനുഗ്രഹവും ബ്ലെസ്സിങ്സും എല്ലാം ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. രണ്ട് തരം വ്യക്തികളെ ഈ ഭൂമിയിൽ ജനിക്കുന്നുള്ളൂ. ഒന്ന് സക്സസ്, ആദ്യമേ ലൈഫിൽ സക്സസ് ആയിട്ട് പിന്നീട് ഫെയിലിയറായിട്ട് പോകുന്നതും, പിന്നീട് ആദ്യമേ ഫെയിലിയർ ഉണ്ടായിട്ട് പിന്നെ സക്സസ്സിലോട്ട് പോകുന്നതും നമ്മൾ കണ്ടിട്ടില്ലേ. ആദ്യമേ ഒരുപാട് സക്സസ് ഉണ്ട്, പിന്നെ അങ്ങോട്ട് ഫെയിലിയർ പോട്ടും. അതുപോലെ തന്നെ ചില വ്യക്തികളെന്ന് പറയുമ്പോഴത്തേക്കും ഫെയിലിയർ ഉണ്ടാകുന്നു, സക്സസ്, ഇത് രണ്ടും എന്തായാലും ഉണ്ടാവും, രണ്ടുപേർക്കും ഉണ്ടാവും കേട്ടോ. അങ്ങനെ മാറി തിരിഞ്ഞ് നിൽക്കും. എന്തായാലും സക്സസ് ഉണ്ടാവും, ഫെയിലിയർ ഉണ്ടാവും. രണ്ടും ലൈഫിൻ്റെ ഒരു തരം ഇതാണ്. സോ ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ഒരു തേർഡ് ഡയമെൻഷൻ അല്ലെങ്കിൽ ഒരു ഡയമെൻഷൻ മാറുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഡയമെൻഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലുള്ള സിറ്റുവേഷൻസും കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും ഡാർക്ക് നൈറ്റ് സോളും സിറ്റുവേഷൻസും എല്ലാം മാറിയതിന് ശേഷം ഒരു അനുഗ്രഹം നിങ്ങളുടെ ലൈഫിലോട്ട്. നിങ്ങൾ എത്രത്തോളം പ്രശ്നത്തിൽ നിൽക്കുന്നോ, നിങ്ങൾ എത്രത്തോളം നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്നോ, എന്ത് പ്രോബ്ലത്തിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഭയങ്കര സക്സസ് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ പോലും ചിന്തിക്കാത്ത നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കരിയർ ഗ്രോത്തും സക്സസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ആ സമയം നിങ്ങളെ സംബന്ധിച്ച്
കടന്നു പോയിട്ടില്ല എന്നുള്ളതിനെ കാണാൻ പറ്റുന്നത്. മുന്നോട്ട് വരുന്ന സമയമായിട്ടാണ് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയും കിട്ടിയിട്ടില്ല, കിട്ടാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബ്ലെസ്സിങ്സ് ആണ്, അനുഗ്രഹമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളത് ഫീൽ ചെയ്യും. അത് ആരുടെയോ മനസ്സ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരുടെയോ മനസ്സൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഒരു സാധനം നിങ്ങളുടെ ലൈഫിൽ കിട്ടും, ഒരു ടൈം പീരീഡ് ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു സംഭവം കിട്ടും. ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും സക്സസ്സിലോട്ട് ഭയങ്കരമായിട്ടും നിങ്ങൾക്ക് ആ ഒരു സാധനം കിട്ടും. അത് എങ്ങനെ കിട്ടും, ആരുടെ നിന്ന് കിട്ടും എന്നൊന്നുമില്ല, കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹവും ബ്ലെസ്സിങ്സും എല്ലാം ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തുള്ള മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് അന്ന് ആ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എല്ലാം കുമിഞ്ഞു കൂടും. നിങ്ങൾ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതും നിങ്ങൾ എല്ലാം നിങ്ങളുടെ ലൈഫിൽ ആ സമയത്ത് വരും. അപ്പം നിങ്ങൾ പോലും ചിന്തിക്കും ഇത്രയും എനിക്ക് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ എനിക്കിവിടെ കിട്ടുന്നുണ്ടല്ലോ ദൈവമേ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ നിങ്ങൾക്ക് അതിനേക്കാളും ദൈവം അന്ന് കുറേ തരും. അപ്പോൾ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല, ഒന്നും നിങ്ങൾക്കില്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദാരിദ്ര്യാവസ്ഥയിൽ ഏറ്റവും പീക്ക് പോയിന്റ് നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ലൈഫിൽ അത് വരും. അത് നിങ്ങളുടെ ഈ പറഞ്ഞ പട്ടികജാതി പട്ടികവർഗം അങ്ങനെ നോക്കിയിട്ടൊന്നും അല്ല തരുന്നത്, യൂണിവേഴ്സിന് തോന്നണം തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ചിട്ട് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ചില സ്വപ്നങ്ങളും സിറ്റുവേഷൻസും നെഗറ്റീവും കാണുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ദേജാവ് എക്സ്പീരിയൻസ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളായിട്ട് കാണാൻ പറ്റും. ഒരു വ്യക്തിനെ കണ്ടതിന് ശേഷം നിങ്ങൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾ പോയി ചോദിക്കും, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കണ്ടിട്ടൊന്ന് ചോദിക്കും ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പഴയ കഥകൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്, നിങ്ങളുടെ വന്നിരിക്കുന്നതിന് എന്തൊക്കെ കാരണങ്ങളുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ പർപ്പസ് നിങ്ങൾ കണ്ടു എത്തേണ്ടതുണ്ട്, അതാണ് അവിടെ കാണിക്കുന്നത്. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തിരുത്തേണ്ടതുണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് നിങ്ങൾ റീബർത്ത് ആവും കേട്ടോ. നിങ്ങളുടെ ജനനം എന്ന് പറയുന്നത് ആ ജനനം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ട്രാൻസ്ഫർമേഷൻ, ടോട്ടലായിട്ടുള്ളൊരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു റീബർത്ത് ഉണ്ടാവും, ഡെത്ത് ആൻഡ് റീബർത്ത് ആവുന്നുണ്ട്. ജീവിച്ചിരിക്കവേ തന്നെ നിങ്ങളെ കൊന്നിട്ട് നിങ്ങളെ റീബർത്ത് ചെയ്യിപ്പിക്കും, അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഉള്ളിലെ സോളിനെയും എല്ലാം കൊല്ലും, അതായത് നിങ്ങളുടെ ക്യാരക്ടറിനെ കൊല്ലും, നിങ്ങളുടെ നെഗറ്റീവിനെ കൊല്ലും, നിങ്ങളുടെ സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊല്ലും, നിങ്ങളുടെ ചിന്താഗതി കൊല്ലും, നിങ്ങളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന പാഠങ്ങളെ കൊല്ലും. എല്ലാം കൊന്നതിന് ശേഷം ഡിവൈനായിട്ട് തന്നെ റീബർത്ത് ചെയ്യിപ്പിക്കും, യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾ റീബർത്ത് ചെയ്യിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് യൂണിവേഴ്സലായിട്ട് അനുഗ്രഹിക്കുന്നതാണ്, യൂണിവേഴ്സലായിട്ട് തരുന്ന ഒരുപാട് അനുഗ്രഹങ്ങളായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ അതങ്ങനെ കൂട്ടിയാൽ മതി. അടുത്ത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് കൂടുതലും നിങ്ങൾ ഒരു എന്താ പറയുക, നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്, അതായത് നമ്മൾ ഈ ഒരു യൂണിവേഴ്സിൽ വന്നിട്ട് നമുക്കാകെ കൂടെ അവർ തരുന്ന ഒരു കാര്യം, നമ്മൾ ആ യൂണിവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഹെൽത്ത്, ആരോഗ്യം മാത്രമാണ്. നമ്മളുടെ ഇങ്ങോട്ട് ഇറങ്ങുന്ന ആ ഒരു ജനനത്തിന് മുന്നേ അവർ നമ്മളുടെ ചെവിയിൽ പറഞ്ഞു തരുന്ന ആദ്യൊരു കാര്യം, നീ ചെന്ന് പർപ്പസ് തീർത്തിട്ട് വാ, പക്ഷേ നിൻ്റെ മനസ്സും കാര്യങ്ങളും എല്ലാം നീ വന്ന് പണയം വെച്ചിട്ട് പോ, നിൻ്റെ മനസ്സൊക്കെ ഇവിടെ പണയം വെച്ചിട്ട് വേണം നീ അങ്ങോട്ട് ഇറങ്ങാൻ, 100 വർഷത്തെ ഗ്യാരൻറ്റിയൊക്കെ നിനക്ക് തന്നിട്ടുണ്ട്, നിൻ്റെ ബോഡിക്കും കാര്യങ്ങളെല്ലാം 100 വർഷത്തെ ഗ്യാരൻറ്റി കാര്യങ്ങളൊക്കെ ഉള്ളൂ, നീ സോൾ കോൺട്രാക്റ്റ് ഒപ്പിട്ടിട്ട് വേണം അങ്ങോട്ട് ചെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്, അവിടെ നിന്നെ ത്രസിപ്പിക്കാൻ വേണ്ടിയിട്ടും നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാം, അവിടെ ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതിലൊന്നും ചെന്ന് വീഴാണ്ട് തലയിടാണ്ട് നിൻ്റെ പർപ്പസും കഴിഞ്ഞ് നീ കയറി വാ, ബാക്കിയുള്ളതെല്ലാം നമ്മൾ നോക്കിക്കോളാം, 100 വർഷത്തെ കരാർ ഒപ്പിട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് കരാറിൽ ഒരു സാധനം എഴുതി വെച്ചിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, എടാ മോനെ അല്ലെങ്കിൽ എടി മോളെ, ഈ ശരീരം അല്ലാണ്ട് നിനക്ക് ഒരു സാധനവും നിൻ്റെ കൺട്രോളിലല്ല, നിൻ്റെ മൈൻഡോ നിൻ്റെ മനസ്സോ നിൻ്റെ ചിന്തകളോ ഒന്നും നിൻ്റെ കൺട്രോളിലല്ല എന്നുള്ളത് അവർ പറയുന്നുണ്ട്. നിനക്കിത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും, അത് നിൻ്റെ ആരോഗ്യം നിൻ്റെ കയ്യിൽ നീ എത്രത്തോളം ശ്രദ്ധിക്കുന്നോ ആ ആരോഗ്യത്തിനനുസരിച്ച് മാത്രമേ എല്ലാം നിൻ്റെ കൺട്രോളിൽ നിൽക്കത്തുള്ളൂ. നീ ആരോഗ്യം നീ എപ്പം തൊട്ട് സ്നേഹിക്കുന്നു, അത് നിൻ്റെ ആരോഗ്യം നീ ശ്രദ്ധിക്കുമ്പോഴാണ് നീ ശ്രദ്ധിക്കേണ്ടത്. അതായത് നിൻ്റെ ആരോഗ്യമാണ് നിൻ്റെ മനസ്സും നിൻ്റെ ദൈവവും നിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡും നിൻ്റെ കോൺഷ്യസ് മൈൻഡും നിൻ്റെ എല്ലാം തീരുമാനിക്കുന്നത് നിൻ്റെ ആരോഗ്യമാണ്. സോ മനുഷ്യൻ്റെ ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു സാധനം നമ്മൾ ആരോഗ്യം മാത്രമാണ്. സോ ആരോഗ്യം സൂക്ഷിക്കണം എന്നുള്ളതാണ് ഡിവൈൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. സോ ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കണം. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരു ടൈം പീരീഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് റിയലൈസേഷൻ വരും. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഒരുപാട് പെർമിഷൻസ് നിങ്ങൾ കൊടുക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് മാറ്റി വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്.
നെഗറ്റീവ് പരമായിട്ടുള്ള ഒരുപാട് ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഇൻസെക്റ്റുകൾ നിങ്ങളുടെ ലൈഫിലോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ അതിനൊന്നും നിങ്ങൾ നിന്ന് കൊടുക്കുന്ന ഒരാൾക്കാരായിട്ട് കാണാൻ പറ്റുന്നില്ല. കൂടുതലും നിങ്ങളുടെ കാലിന് നല്ല പവറുള്ളതായിട്ട് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കാല് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ കാല് എന്ന് പറയുന്നൊരു സാധനം, നമ്മൾ കൂടുതൽ നടക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ എനർജി ഡോപ്പാമിൻ സെറോട്ടോണിൻ വർദ്ധിക്കും. നമ്മൾ ഓടുന്ന സമയത്ത്, നമ്മൾ ഡാൻസ് കളിക്കുന്ന സമയത്ത്, നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുന്നതിനേക്കാളും നമ്മൾ നടന്നുകൊണ്ടും അതൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കാലിന് ഭയങ്കരമായിട്ടുള്ള നമ്മളുടെ ജീവിതത്തിൽ കാലിന് ഭയങ്കരമായിട്ടുള്ള പ്രസക്തി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സോ കാല് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ആരെയും പോയി ചവിട്ടി ഇടിക്കാനോ ഇതാക്കാനൊന്നും പോയി നിൽക്കരുത്. നിങ്ങളുടെ കാല് വെച്ച് നിങ്ങളുടെ സ്വയമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ആരെയും മെക്കിട്ട് പോയി കാല് കൊണ്ട് കയറാൻ ശ്രമിക്കരുത്, തിരിച്ച് കിട്ടും. അപ്പം ഇവിടെ മേജർലി കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ കംഫർട്ട് സോണിലാവും. നിങ്ങളുടെ ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് നിങ്ങൾ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ഓറ ഇതൊക്കെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ആരോഗ്യം, നിങ്ങൾക്ക് വേണ്ട ഫുഡ് മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അത് അതാണ് ആദ്യം നിങ്ങളടുത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ട ഫുഡ് മെറ്റീരിയൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പോ അല്ലെങ്കിൽ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് ഡോക്ടർമാരുടെ അടുത്ത് പോയി ചോദിക്കണം, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പിന് പറ്റിയ ഫുഡ് ഐറ്റംസ് എന്താണ്, അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിതിന് ഇൻഡ്യൂട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണൊക്കെ വേണമെന്നുള്ളത്. ബ്ലഡ് അതൊക്കെ അതിൻ്റെയൊക്കെ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ചെയ്യും. ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ആരും ഉണ്ടാവത്തില്ല. ഇതാണ് നിങ്ങളുടെ സ്പിരിച്വൽ പോയിന്റ്. ഇതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവരും അന്യരായിട്ട് തോന്നും, അകൽച്ചയായിട്ട് തോന്നും. നിങ്ങളുമായിട്ട് സന്തോഷത്തിൽ നിന്ന വ്യക്തികൾ, നിങ്ങളുമായിട്ട് അടുപ്പത്തിൽ നിന്ന വ്യക്തികൾ, മേ ബി നിങ്ങളുടെ മക്കളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയായിരിക്കും. നിങ്ങൾക്ക് അവരുടെ അടുത്തൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ, അവരുടെ അടുത്തൊന്നും ഒരു പണ്ടത്തെ കണക്കൊരു കണക്ഷൻ തോന്നത്തില്ല. ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വേണം എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റും. നിങ്ങളുടെ ആരോഗ്യം മോശപ്പെടുന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് ഒന്നും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ ആരോഗ്യമായിരിക്കണം, നിങ്ങളുടെ എനർജി ആയിരിക്കണം. നിങ്ങളുടെ ചുറ്റുപാടും അപ്പോൾ പോയി ശ്രദ്ധിക്കാൻ നിൽക്കരുത്. നിങ്ങളെ മാത്രം കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ നിന്ന് ആ ഒരു ലൂപ്പിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് അടിച്ച് കയറി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ റിലേഷൻഷിപ്പ്, കരിയർ ഗ്രോത്ത് അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻ ലൂപ്പുകളിൽ ചെന്ന് വീഴാണ്ടിരിക്കുക, നെഗറ്റീവ് പരമായിട്ടുള്ള സിറ്റുവേഷൻ ചെന്ന് വീഴാണ്ടിരിക്കുക എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ, അതായത് നിങ്ങളുടെ കരിയറിലായാലും ഫിനാൻസിലായാലും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലായാലും ഒരു ഫൗണ്ടേഷൻ ഉള്ള ഒരു ആളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളടുത്ത് ഒരു നല്ല കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരാൾ നിങ്ങളടുത്ത് ഡയറക്റ്റ് പറയത്തില്ല. നിങ്ങളടുത്ത് ഇഷ്ടമുണ്ടെങ്കിലും ആൾ വന്ന് പറയത്തില്ല. പക്ഷെ നിങ്ങൾ തിരിച്ചാണ്. നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൽ എന്ത് ക്വാളിറ്റി ഉണ്ടെങ്കിലും എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങളത് പറഞ്ഞു കൊടുക്കും. തെറ്റായിട്ടും ശരിയായിട്ടും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങളടുത്ത് ഒരാളും ഒരു ഇഷ്ടം പറയുകയോ അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളടുത്ത് ഒരാളും ഒരു ഇഷ്ടം പ്രകടിപ്പിക്കുക, നിങ്ങളൊരു നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ വ്യക്തി വന്ന് നിങ്ങളടുത്തൊരു നല്ലത് പറയണം എന്നുള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നില്ല. കൂടുതലധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് ഫീലുള്ള ഒരു വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്, പുറമേ കാണിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല. നിങ്ങളുമായിട്ട് അത്രയും കംഫർട്ടായിട്ട് നിങ്ങളുമായിട്ട് അത്രയും അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ മാത്രമേ നിങ്ങളെപ്പറ്റി അറിയത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ റൊമാൻറ്റിക്കും നിങ്ങൾ ഫുള്ളി റിവീൽ ആക്കുന്ന ഒരു വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമേ നിങ്ങളെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയുള്ളൂ എന്നുള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റും. കാരണം ആ ഒരു വ്യക്തിക്ക് മാത്രമേ നിങ്ങളിവിടെ റിവീൽ ആവുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല. മറ്റുള്ള ആൾക്കാർക്കും കാര്യങ്ങൾക്കും ഒന്നും നിങ്ങൾ റിവീൽ ആവുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരു പേഴ്സൻ്റെ അടുത്ത് മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ടോട്ടലി ഫുള്ളി റിവീൽ ആവുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ. സോ ഇതൊക്കെ ആയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് ജസ്റ്റ് വേറൊരു കാർഡും കൂടെ ഒന്ന് എടുത്തു നോക്കാമേ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു കാർഡും കൂടെ ഒന്ന് എടുത്ത് നോക്കാം എന്താണ് ഇതിൽ കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളും സിറ്റുവേഷൻസും ആണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് ഒന്നാമത്തെ കാര്യം നിങ്ങളൊരു വലിയൊരു ലൂപ്പിൻ്റെ ഒരു ഉടമയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം നടക്കുന്ന സമയത്തോ
റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ട് എന്തെങ്കിലും ഗൈഡൻസ് വേണമെന്നുള്ള സമയത്തോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരപ്പെടും വിധം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, എക്സ്പെഷ്യലി മറ്റുള്ളവർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് അനുഗ്രഹം കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക്. നിങ്ങൾ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഒരുപാട് യൂസ് ആവുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ കൈക്കൊരു പവർ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈവൻ നിങ്ങൾ ആഹാരം വിളമ്പി കൊടുക്കുന്ന സിറ്റുവേഷൻസ് ആയാലും മറ്റുള്ളവർക്ക് ഏത് രീതിയിലാണോ നിങ്ങൾ എന്ത് കാര്യം ചെയ്തു കൊടുത്താലും അതിനൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് അവർക്ക് ഭയങ്കരമായിട്ടും വാല്യൂ ആകുന്ന ഒന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളിൽ നിന്നും കിട്ടുന്ന ഓരോന്നും പ്രഷ്യസ് ആയിട്ട്, കാരണം നിങ്ങൾ കൊടുക്കുന്ന മനസ്സറിഞ്ഞിട്ടാണ് നിങ്ങൾ ഓരോ കാര്യം ഒരാൾക്ക് കൊടുക്കുന്നത്. സോ അവർക്ക് അതിനനുസരിച്ചുള്ള ഉയർച്ചയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു ഭയങ്കര കഴിവാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇൻബോൺ നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കുന്ന കഴിവുണ്ട്, എന്താ പറയുക, അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ സ്കില്ലുണ്ട്. അതായത് നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻ ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു കഥ എഴുതിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു റൈറ്ററാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ആഗ്രഹിക്കുന്ന ആ റൈറ്റിംഗ് പൊസിഷൻ, ആ റൈറ്റിങ് അതിനനുസരിച്ചുള്ള ഡയറക്ടറും അതിനനുസരിച്ചുള്ള ഈണവും അതിനനുസരിച്ചുള്ള പാട്ടും എല്ലാം നിങ്ങളുടെ ലൈഫിൽ വന്ന് അതൊരു മാനിഫെസ്റ്റേഷനായി അത് ആൾക്കാർ കാണും വിധം അത് എത്തേണ്ട ആൾക്കാരിലോട്ട് എത്തും. സോ നിങ്ങളൊരു ക്രിയേറ്ററാണ്, മാനിഫെസ്റ്റേഷൻ ക്രിയേറ്റർ ആയിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റഡ് ആയിട്ട് വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ അത് ഓരോന്നായിട്ട് വലിയൊരു ബിഗ് ക്രിയേറ്റഡ് ആക്കാൻ നിങ്ങൾക്ക് പറ്റും. ഓരോന്നും ചേർത്ത് വെച്ച് വലിയൊരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ വലിയൊരു മെറ്റീരിയൽ സ്പിരിച്വൽ പ്രോസ്പിരിറ്റി നിങ്ങൾക്ക് അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് ആൾക്കാർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ ഒരു കഥ ആലോചിക്കണം, ഫിലിമിൻ്റെ ഒരു കഥ നിങ്ങൾ ആലോചിച്ച് വെച്ചിരിക്കണം. അപ്പം നിങ്ങളത് ആലോചിക്കുന്ന സമയത്ത് നിങ്ങളൊരു ട്രെയിൻ യാത്ര പോവുകയുണ്ട്. സോ യാത്ര പോകുന്ന സമയത്ത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ക്രിപ്റ്റ് റൈറ്ററിനെ കാണും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു ഡയറക്ടറിനെ കാണും. അവിടെ വെച്ച് മീറ്റ് ചെയ്യും, നിങ്ങൾ തമ്മിൽ കമ്പനിയാവും. അതുമാത്രമല്ല, നിങ്ങൾ തമ്മിലൊരു ഗ്രൂപ്പ് ഡിസിഷൻ എടുത്തതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ വന്ന് നിങ്ങൾക്കൊരു ഫിലിമാക്കി അതിനെ മാറ്റാൻ പറ്റും. സോ നിങ്ങളത് ഒരു ഡിസിഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു മാനിഫെസ്റ്റേഷൻ വലിയൊരു ഫൗണ്ടേഷനിലോട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു വ്യക്തികളായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. വലിയൊരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഫൗണ്ടേഷൻ, നിങ്ങൾ പോലും ചിന്തിക്കാത്ത വലിയൊരു ഫൗണ്ടേഷൻ്റെ ഉടമയായിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മാറാൻ പറ്റും. കാരണം അത്രത്തോളം മാനിഫെസ്റ്റേഷൻ സ്കില്ല്, അത്രത്തോളം ആൾക്കാരെ ചേർത്ത് വെച്ച് നിങ്ങൾക്ക് വലിയൊരു ബിസിനസ് പ്ലാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ ചെറിയ രീതിക്ക് എന്തെങ്കിലും തുടങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് തുടങ്ങാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ലേഡീസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നാഗ്രഹമുണ്ട്, അതിൽ വലിയൊരു ബൾക്ക് ഓഫ് വലിയ ആളുകളിൽ എത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര കൈപുണ്യമുള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റും. എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും അത് വലിയൊരു സക്സസ്സിലോട്ട് എത്തുന്ന ഒരുപാട് ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മേടിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ കൊടുക്കുന്ന ആൾക്കാർക്കും ഒരേപോലെ യൂസേജ് ഉണ്ടാവുന്ന ഒരു ആളായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കൈപുണ്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ സ്കില്ലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തികളായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ നിങ്ങളുടെ കൈക്ക് എന്തൊക്കെ പ്രത്യേകത ഉണ്ട് എന്ന് പറയാൻ കാരണം കയ്യിലെ ഗ്ലാമറോ കാര്യങ്ങളോ അല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എനർജി, ആ ഒരു കൈവഴി പോകുന്ന ഒരു എനർജിക്ക് ഒരു പവർ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾ എന്തുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കൊടുക്കുന്നത്, അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഭയങ്കരമായിട്ടും യൂസേജ് ആവുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഇവൻ നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ഗൈഡൻസ് പോലും, അല്ലെങ്കിൽ ഗൈഡൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്താ പറയുക, ഒരു വാക്ക് പോലും മറ്റുള്ളവർക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവർ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന സമയത്തൊക്കെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാലോ നിങ്ങളുടെ എനർജി നിങ്ങൾ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആശ്വാസം ഉണ്ടാവുന്ന ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് പണ്ട് നെഗറ്റീവ്, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ലൈഫ് കുളം തോണ്ടാനും പറ്റും, നിങ്ങൾക്ക് തന്നെ അത് ചേർത്ത് വെക്കാനും പറ്റും. നിങ്ങളൊരു ക്രിയേറ്റർ ആയിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്, മാനിഫെസ്റ്റേഷൻ ക്രിയേറ്റർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എന്താഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഇത് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇവിടെ മേജർലി കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് മെമ്മറീസ് നിങ്ങൾ ഭയങ്കരമായിട്ടും സൂക്ഷിച്ചു വെക്കുന്ന ഒരാളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളൊരു ക്യാരക്ടറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ചില ക്യാരക്ടർ, നിങ്ങളുടെ ചില മാനറിസം,
നിങ്ങളുടെ തന്നെ ചില ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ തന്നെ ചില ആക്ഷൻസ്, നിങ്ങളുടെ ചില രീതികൾ, നിങ്ങളുടെ ഡ്രീംസ്, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കഴിവായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മേജറായിട്ട് നിങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കും. ഇപ്പം നിങ്ങൾക്ക് ചെറുതിലേ കിട്ടുന്ന കാര്യങ്ങളായാലും ഒരുപാട് മെമ്മറീസ് ആണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ളതായാലും വിലപിടിപ്പില്ലാത്ത സാധനങ്ങളായാലും നിങ്ങൾക്കെല്ലാം സൂക്ഷിച്ചു വെക്കാനുള്ള, അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള, അതിനെ അച്ചടക്കത്തോടെ ഒതുക്കി വെക്കാനുള്ള ഒരു കഴിവുള്ള വ്യക്തികളായിട്ട് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നു. എല്ലാം അതിൻ്റേതായ ഒരു ആർക്കിടെക്ചർ ആയിട്ട് ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. ഒരു ആർക്കിടെക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ ആയിട്ടുള്ളൊരു വ്യക്തി, ഒരു ലീഡിങ് ടീച്ചർ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ലീഡിങ് ക്വാളിറ്റി ഉള്ള, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സെൻസിൽ അടുക്കി വെക്കാൻ്റെ, അതിപ്പം നിങ്ങളുടെ അച്ചടക്കമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വളർന്നുന്ന സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബോഡി നിങ്ങൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും പറ്റരുത് എന്നുള്ള കണ്ണേറായാലും ദൃശ്യദോഷമായാലും നിങ്ങൾക്കൊന്നും പറ്റരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആർക്കും ഒന്നും പറ്റരുത് എന്നുള്ളൊരു പ്രാർത്ഥനയൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സ്പിരിച്വൽ ലൈഫിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മദർലി എനർജിയാണ് ഇവിടെ ഭയങ്കരമായിട്ട് നിൽക്കുന്നത്. അതുമാത്രമല്ല ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഭയങ്കരമായിട്ടും ഒരു വാക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആരാണോ നിൽക്കുന്നത് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകുന്നു, അവർ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാലും നിങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിംഗ് ഉള്ള ചില ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്ന ഒരു വ്യക്തികളെക്കുറിച്ച് മറ്റാരെന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ ക്വാളിറ്റിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളൊരു വാല്യൂ കൊടുക്കും. അതിന് പുറമെ നിങ്ങളുടെ പെർസ്പെക്റ്റീവിലാണ് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചെടുക്കുന്നത്. വേറൊരാൾക്ക് നിങ്ങളുടെ ലൂപ്പിൽ കയറാനോ നിങ്ങളുടെ എനർജിയിലോട്ട് കയറാനോ ഉള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ടൈം പീരീഡ് അതിനനുസരിച്ച് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾ അതിനനുസരിച്ച്, ഇപ്പം നിങ്ങൾ ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നിൽ ആരെങ്കിലും നിർബന്ധിച്ചാൽ പോലും അതിലോട്ടൊന്നും പോകുന്നൊരു ക്യാരക്ടറായിട്ട് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി, നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്റാലിറ്റി, നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി മാത്രം, നിങ്ങൾക്ക് നിങ്ങളുടെ സമയമായിട്ട് സാകുന്ന സമയത്ത് ആഹാരം കഴിക്കുന്നു, നിങ്ങളുടെ സമയമാവുന്ന സമയത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യും, നിങ്ങളുടേതായിട്ടുള്ള അച്ചടക്കത്തിലുള്ള ക്യാരക്ടറായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി പോകുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈവൻ ഫാമിലി റിലേറ്റഡ് ആണെങ്കിൽ തന്നെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ അങ്ങനെ, അല്ലെങ്കിൽ വൈഫിനെയോ ഹസ്ബൻഡിനെയോ അങ്ങനെ ഒന്നും നോക്കി നിൽക്കുന്ന ഒരു വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നത്. സ്വന്തം കാര്യമാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതിലുപരിയാണ് നിങ്ങൾക്ക് പുറമെയാണ് നിങ്ങൾ കൂടുതലും മറ്റുള്ളവരെ കെയർ ചെയ്യുന്നത് എന്നുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് എനർജി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷനുമായിട്ട് ഒരു സ്പിരിച്വൽ ജേർണിയിൽ കയറുന്ന സമയത്ത് നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എനർജീസ്, അതായത് നിങ്ങളുടെ സെയിം എനർജി, നിങ്ങളുടെ സെയിം ക്യാരക്ടർ, സെയിം മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മേജർലി വരുന്ന നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഗോൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയാണോ അതുമായിട്ട് ബന്ധപ്പെട്ട ഫ്രണ്ട്സിനെ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ചില ആൾക്കാർ ലൈഫിലോട്ട് ഇൻസെക്ട്സ് ആയിട്ട് വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വരുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓറ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നു. പക്ഷേ നിങ്ങളുടെ ഓറയിലോട്ട് കടക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പാടാണ് എന്നുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വലിയ ഹെൽത്ത് ഭയങ്കരമായിട്ടും കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഹെൽത്തിലൊന്നും ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വന്ന് കയറിയിട്ട് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസോ കണ്ണേറോ കമ്പയർ അത് വരാൻ ചാൻസസ് ഉണ്ട്, പക്ഷേ അത് പെട്ടെന്ന് പോകുന്നതായിട്ടും നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് വന്നാലും അത് അത്ര പെട്ടെന്ന് അങ്ങനെ നിങ്ങളുടെ ഏൽക്കും എന്ന് തോന്നുന്നില്ല. ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളെ താഴ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് പല ഇൻസെക്റ്റ് ആയിട്ടും നിങ്ങളുടെ ലൈഫിലോട്ട് വരാനുള്ള ചാൻസസ് ഉള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ കൂടെ നിന്ന് ചതിക്കുക, നിങ്ങളെ ഒപ്പം വന്നിട്ട് നിങ്ങളെ നെഗറ്റീവ് ആക്കുക, കണ്ണേറ് വിടുക, ദൃഷ്ടിദോഷം വിടുക, അങ്ങനത്തെ ഉള്ള ഒരുപാട് ആൾക്കാരായിട്ട് കാണാൻ പറ്റും. അതായത് നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് ഒരുപാട് ആൾക്കാർ ഓടി വരികയും നിങ്ങൾക്കൊരു നെഗറ്റീവ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ട്. അവർ നിങ്ങളെ ഏത് രീതിക്കാണ് കാണുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതായത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ ലൈഫിൽ വന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങളെ ത്രോ ചെയ്തിട്ട് പോകുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് എന്നുണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ച്
ഈ ഒരു സമയത്താണ് നിങ്ങൾ ഒരുപാട് ഡൗൺ ഫെയിലർ ആവുന്നതും ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷനിൽ പോകുന്നതും യൂണിവേഴ്സിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതും സ്പിരിച്വൽ പരമായിട്ടുള്ള എക്സ്പീരിയൻസിലോട്ട് കയറുന്നതും. ഇങ്ങനെ നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾ മാനസികപരമായിട്ട് തകരും, മാനസികപരമായിട്ട് ഡൗൺഫുൾ ആവും. നിങ്ങളുടെ എനർജി എല്ലാം ആൾക്കാർ എനർജി വാമ്പയർ വന്നെടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനുള്ള സോൾമേറ്റുകൾ വന്നെടുത്തുകൊണ്ട് പോകും, കാർമിക്കായിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ വീഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെയൊക്കെ വീഴുന്ന സമയത്ത് നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ഡീപ്പ് ബ്രീത്തിങ് പോലും എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലും നെഗറ്റീവിലോട്ടും നിന്ന് ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഡൗൺ ഫീലറായിട്ട് നിൽക്കുന്ന സമയത്താണ് നിങ്ങളുടെ സോൾമേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം എനർജി വേവിലുള്ള ആ ഒരു എനർജി വാമ്പയർ, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വന്ന് നിങ്ങളെ ഡിവൈൻ പരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ചില ആൾക്കാരെ സംബന്ധിച്ച്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ മേജറിൽ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻസ്, ഇങ്ങനത്തെ ഉള്ള സമയങ്ങളിൽ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കൊരു കഴിവില്ല, മറ്റുള്ള ആൾക്കാരെ കണക്കാവണം, എനിക്കെന്താണ് ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ്, അതൊന്നും വരെ നിങ്ങൾ ഭയങ്കരമായിട്ടും എനർജി ഉണ്ടാവുന്ന ആൾക്കാർ ഒരു ലോ ഉണ്ടാവുന്ന സമയത്ത് അത് നിങ്ങളുടെ ഒരു ഡീമെറിറ്റീവാണ്. അത് ഞാൻ പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ലോ എനർജി നിൽക്കുന്ന സമയത്ത് മാത്രം നിങ്ങളെ കുറ്റപ്പെടുത്തും. ഹൈ എനർജി നിൽക്കുന്ന സമയത്ത് മാത്രം എനിക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്, എനിക്ക് അങ്ങനത്താണ്, എനിക്ക് അങ്ങനത്തെ ബ്ലെസ്സിങ്സ് ഉണ്ട്, എനിക്ക് ഇങ്ങനത്തെ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നൊക്കെ പറയുകയും, ലോ എനർജി നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒന്നുമില്ല, എനിക്ക് മറ്റുള്ളവരെ കണക്ക് അതുമില്ല, അവൻ എന്ത് കഴിവുണ്ട്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കാരണം അത് നിങ്ങളോട് അട്രാക്റ്റഡ്. അതായത് പണ്ട് ഈ കുട്ടികൾ കണ്ടിട്ടില്ലേ, ഒരു കൊച്ചു കണ്ണാടി വെച്ചുകൊണ്ട് ക്ലാസ്സിൽ വരുന്ന സമയത്ത് വേറൊരുത്തന്നെ ആഗ്രഹിക്കൂ എനിക്ക് കണ്ണാടി വെക്കുന്നുണ്ട്, അത് ഫ്യൂച്ചറിൽ അവന് കണ്ണുപൊട്ടാനായിട്ട് കണ്ണാടി വെക്കേണ്ട അവസ്ഥയിലോട്ട് പോകും. സോ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മാത്രമേ മാനിഫെസ്റ്റ് ചെയ്യുള്ളൂ. ഒരാളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് മമ്മൂട്ടിനെ പോലെ മോഹൻലാലിനെ പോലെ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കരുത്. അവൻ്റെ കഴിവുകൾ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കരുത്. എനിക്ക് മമ്മൂട്ടിനെ പോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്നത് മമ്മൂട്ടിക്ക് ഒരുപാട് ഡീപ്പ് അങ്ങനെ ഒരു പേഴ്സണെ പോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ആ പേഴ്സൺ യൂണിവേഴ്സലിന് എനർജി മാത്രമേ അറിയുള്ളൂ. ആ യൂണിവേഴ്സ് അങ്ങനെ എനർജി ഇങ്ങെടുത്തങ്ങ് തരും. ആ എനർജിയിൽ എന്തൊക്കെ കാണും, നെഗറ്റീവ് കാണും, ബാഡ് ആൻഡ് സിറ്റുവേഷൻ കാണും, കാർമിക്ക് കാണും, നെഗറ്റീവ്സ് കാണും, ഒരുപാട് സംഭവം. സോ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് മാത്രം മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ളതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനത്തെ സ്പിരിച്വൽ സമയത്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. സോ എഴുതിയൊക്കെ വെച്ച് ഇവിടെ കാണുന്നുണ്ട്, എഴുതിയൊക്കെ വെച്ച് മാനിഫെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. നിങ്ങളെ സംബന്ധിച്ച് മേജറിൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അബണ്ടൻസ് വരും, ഞാൻ രക്ഷപ്പെടുമോ ലൈഫിൽ എന്നാണ്. ആദ്യം നിങ്ങൾക്ക് ചെറിയ രീതിക്ക് മാത്രമേ സക്സസ് ഉണ്ടാകൂ, പിന്നെ അത് കുറച്ചുകൂടെ വലുതാവും. നിങ്ങൾക്ക് പയ്യെ സക്സസ് ഉണ്ടാകുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു ഇടനിലയ്ക്കാണ് ഭയങ്കര സക്സസ് ഉണ്ടാകുന്നത്. അതായത് ആദ്യം ചെറിയ രീതിക്ക്, പിന്നെ അതിനെ കുറച്ച് വലുതുണ്ടാവും, പിന്നെയാണ് മൂന്നാം ഘട്ടത്തിലാണ് വലിയ സക്സസ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് താഴ്ച ഉണ്ടാകും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കരമായിട്ടുള്ളൊരു സക്സസ് ഉണ്ടാകും. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും പാഷനും അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്ന. ചരിത്രം എഴുതപ്പെട്ടുന്ന വ്യക്തിയായിട്ട് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് മാറും. നിങ്ങളൊരു പാഠപുസ്തകമായിട്ടൊക്കെ മാറാനുള്ള ചാൻസസ് ഉള്ളതായിട്ട് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റും. കവിത, കഥ അങ്ങനത്തെ ഉള്ള ഒരുപാട് കലാപരമായിട്ടുള്ള ഒരുപാട് കഴിവുകളുള്ള വ്യക്തികൾ. അതുകൊണ്ട് ടീച്ചർ ഫീൽഡ്, അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി, അതുപോലെ തന്നെ പല മേഖലകളിലും ഉന്നതമായിട്ട് നിങ്ങൾ ആദരിക്കപ്പെടുന്ന ചില ആൾക്കാരായിട്ട് മാറുന്നുണ്ട്. സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരുപാട് കഴിവ് ഒരു സമയമാകുമ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ട് തേടി വരും. സോ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കഴിവില്ലെന്നൊന്നും പറഞ്ഞ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഒരു ടൈം പീരീഡ് ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ സമയത്തോട് നിങ്ങളുടെ ലൈഫിലോട്ട് തേടി വരും. അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ ഒക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഗ്രൂപ്പായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൂപ്പിൽ നിന്നുകൊണ്ട് ഒരുപാട് പേർക്ക് സക്സസ് ഉണ്ടാവും. ഇപ്പം നിങ്ങളൊരു ആഗ്രഹിക്കുന്ന ഒരു ഫിലിം മേക്കർ ആവണം എന്ന്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ലൂപ്പിൻ്റെ ഡ്രീമിൽ, ആ മാനിഫെസ്റ്റേഷൻ ഡ്രീമിൽ ഒരുപാട് പേര് കലർന്ന് അവരുടെ ഒരുപാട് ഫാമിലിക്കും അവരുടെ ഒരുപാട് ആഗ്രഹങ്ങൾക്കും ഒരുപാട് സക്സസ് ഉണ്ടാവേണ്ട ഒരു ലീഡർഷിപ്പ് ആൽഫ മെയിൽ, അല്ലെങ്കിൽ ആൽഫ ഗേളായിട്ട്, അല്ലെങ്കിൽ ആൽഫ ആയിട്ടുള്ളൊരു എനർജി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ബ്രില്യൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ലെജൻഡായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു എനർജി സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ടും ലോ ആണെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ അകത്തുള്ള പർപ്പസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. ഞാനിനി കുറച്ച് നാളത്തേക്ക് വീഡിയോസോ കാര്യങ്ങളൊന്നും കാണത്തില്ല. മാക്സിമം ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 1 മന്തിലേക്ക് വീഡിയോസോ കാണത്തില്ല. കുറച്ച് യാത്രകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടും ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പോകും. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കുറച്ച് നാളിന് ശേഷം കാണാം. അപ്പം ഓക്കെ, ബൈ, ടാറ്റ, സി യു.